എല്ലാവർക്കും ഇൻസൈ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവമായ, വിലായത്ത് ബുദ്ധ, അവതാർ 3 തുടങ്ങിയ സിനിമകൾ ഉൾപ്പെടെ 19 സിനിമകളുടെ OTT അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വന്നാൽ, തേരെ ഇഷ്ക് മേ ഒരു ബോളിവുഡ് സിനിമയാണ്. ധനുഷ്, കൃതി സനൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി ആക്ഷൻ, ഡ്രാമ, റൊമാന്റിക് ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ OTT അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ വരുന്ന ആഴ്ച ജനുവരി 23-ന് നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീം ചെയ്യും. മാർക്ക് ഈ ആഴ്ച OTT റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന മറ്റൊരു കിച്ച സുദീപ്, നവീൻ ചന്ദ്ര തുടങ്ങിയവർ പ്രധാന റോളിലെത്തി. കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമ ജനുവരി 23-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സർവമായ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി നായകനെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ബേബി ഗേൾ. അരുൺ വർമ്മയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് പ്രഖ്യാപനം പുറത്തു വന്നിട്ടുണ്ട്. ജനുവരി 23-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് അതിരടി. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. കോമഡി, ഡ്രാമ, ത്രില്ലർ കാറ്റഗറിയിലായിരിക്കും ഈ സിനിമ ഒരുങ്ങുന്നതെന്നാണ് ക്യാരക്ടർ പോസ്റ്റർ സൂചിപ്പിക്കുന്നത്. ഈ വർഷം മെയ് മാസം 14-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അർജുൻ ജന്യ സംവിധാനം ചെയ്ത് ഉപേന്ദ്ര നായകനായി കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും നേരത്തെ പുറത്തിറങ്ങിയ മറ്റൊരു ആക്ഷൻ ഫാന്റസി സിനിമയാണ് 45. ചിത്രത്തിന്റെയും ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. C5 ഇന്ത്യ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി 23-ന് C5 വഴി സ്ട്രീം ചെയ്യും. രോഹിത് VS സംവിധാനവും തിരക്കഥയും ഒരുക്കി ആസിഫ് അലി നായകനായി ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ടിക്കി ടാക്ക. നിലവിൽ ചിത്രത്തിന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ വരുന്ന മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇതുവരെ ചിത്രീകരണം പൂർത്തിയാവാത്ത സിനിമയുടെ റിലീസ് തീയതി ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വരുന്ന ജൂലൈ മാസത്തിലേക്ക് സിനിമയുടെ റിലീസ് തീയതി മാറ്റിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മാസം അവസാനത്തോടെ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി ജീവൻ നായകനായി തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത തമിഴ് സിനിമയാണല്ലോ തലൈവർ തമ്പി തലൈമയിൽ. ഇപ്പോഴത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇതുവരെ 22 കോടിയോളം രൂപയാണ് ലോകമെമ്പാടും നിന്നും നേടിയെടുത്തിരിക്കുന്നത്. അതിനിടയിൽ സിനിമയുടെ OTT അവകാശങ്ങളും വിറ്റുപോയി എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. C5 ആയി സിനിമയുടെ OTT ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഫെബ്രുവരി മാസം അവസാനത്തോടെ ചിത്രം OTT റിലീസ് ചെയ്യുമെന്നും ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ OTT അപ്ഡേറ്റുകൾക്കായി. രാജാ സാബ്, പ്രഭാസ് നായകനായി മാരുതി ദസറി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി മാറിയ പാൻ ഇന്ത്യൻ സിനിമയാണ്. ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ OTT അപ്ഡേറ്റുകളെല്ലാം തന്നെ ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ നേരത്തെ തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരുന്നു. ചിത്രം ഫെബ്രുവരി 6-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇതിനുശേഷം മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. ചത്ത പച്ച വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആക്ഷൻ, കോമഡി, ഡ്രാമ മലയാളം സിനിമയാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, സിദ്ദീഖ്, ലക്ഷ്മി മേനോൻ എന്നിങ്ങനെ വമ്പൻ താരങ്ങളാണ് അണിനിരക്കുന്നത്. സിനിമയിൽ മമ്മൂക്കയും ഒരു ക്യാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 22-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ ഇതുവരെ പ്രീ ബുക്കിംഗിൽ നിന്ന് 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിങ്ങൾ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ താഴെ ചത്ത പച്ച എന്ന് കമന്റ് ചെയ്യൂ. സിറൈ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി അത്യാവശ്യം നല്ല അഭിപ്രായം നേടിയെടുത്ത സുരേഷ് രാജ്കുമാറി സിനിമയാണ്. സിനിമയിൽ വിക്രം പ്രഭു, അനിഷ്മ അനിൽകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നു. C5 ഇന്ത്യ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി 23-ന് വരുന്ന വെള്ളിയാഴ്ച C5 വഴി തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. യശ് നായകനായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ലെവലിൽ ഒരുങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് ടോക്സിക്. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ ഒരു ടീസർ പുറത്തു വന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ പ്രതിഫല പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. നായകനായി എത്തുന്ന യശിന് 50 കോടി രൂപയും നയൻതാരയ്ക്ക് 18 കോടി രൂപയും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്. മാർച്ച് 19-ന് വമ്പൻ റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമയുടെ ട്രെയിലർ അടുത്ത മാസമായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത്. സ്റ്റീൽ, ആമസോൺ പ്രൈം വീഡിയോസ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ വിദേശ സിനിമ ജനുവരി 22-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്.
ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ അവതാർ 3 ഫയർ ആൻഡ് ആഷ്. ചിത്രം റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം പൂർത്തിയായിരിക്കുകയാണ്. തിയേറ്ററിൽ ഫൈനൽ റണ്ണിലേക്ക് കടക്കുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 10,20,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി $1.3 ബില്യൺ ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഫെബ്രുവരി മാസത്തോടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യും എന്നൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യം 3 ഏപ്രിൽ 2 തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളം സിനിമയാണല്ലോ. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സിനിമയുടെ ആദ്യ ടീസർ അണിയറയിൽ ഒരുങ്ങുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ദൃശ്യം 1, 2 പോലെ തന്നെ ഇതൊരു സ്ലോ പേസ് കഥയായിട്ട് തന്നെയാണ് ജിത്തു ജോസഫ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ദൃശ്യം 3 ടീസർ ട്രെയിലർ റിലീസിനായി. ഈ ആഴ്ച OTT റിലീസ് പ്ലാൻ ചെയ്യുന്ന മറ്റൊരു ഹിന്ദി സിനിമയാണ് മസ്തി 4. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി നെഗറ്റീവ് റെസ്പോൺസുകൾ നേടിയെത്ത സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് C5 ആണ്. ചിത്രം ജനുവരി 23 വെള്ളിയാഴ്ച C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. ചീഖട്ട് ലവ് ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന തെലുഗു സിനിമയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി 23 പ്രൈം വീഡിയോസ് വഴി ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ബോളിവുഡ് കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ഡ മലയാളം സിനിമയാണല്ലോ കത്തനാർ. ജയസൂര്യ നായകനായി അനുഷ്ക, പ്രഭുദേവ, വിനീത് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന കത്തനാർ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സർവമായ സിനിമയുടെ സംവിധായകനായ അഖിൽ സത്യൻ കത്തനാറിന്റെ ട്രെയിലർ കാണുകയും അതിന്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 3 മിനിറ്റ് ആയിരിക്കും സിനിമയുടെ ട്രെയിലർ ദൈർഘ്യമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ട്രെയിലറിന്റെ സെൻസറിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ആഴ്ചകളിൽ തന്നെ കത്തനാറിന്റെ ട്രെയിലർ പുറത്തിറങ്ങുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. ആക്ഷൻ ഡ്രാമ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ സോണി ലിവ് സ്വന്തമാക്കി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച ജനുവരി 30 വിലായത്ത് ബുദ്ധ സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യും. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് സർവമായ എന്ന സിനിമയെക്കുറിച്ചാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് കോമഡി ഡ്രാമ റൊമാന്റിക് ജോണറിൽ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത നിവിൻ പോളി സിനിമയാണ് സർവമായ. തിയേറ്ററിൽ നിന്നും 100 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചെന്നും അടുത്ത 2 ആഴ്ചകളിൽ തന്നെ സർവമായ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.